ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എഡിറ്റിംഗ് വീഡിയോ ട്യൂട്ടോറിയൽ ആയിട്ടാണ്. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിലേക്ക് വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് VN എന്ന് പറഞ്ഞ ആപ്പാണ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പം ഈ ആപ്പിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് കാണാൻ പറ്റും ബ്ലൂവിലൊരു പ്ലസ് ഐക്കൺ. അത് പ്രസ് ചെയ്ത് കഴിയുമ്പം ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് വരും. അത് പ്രസ് ചെയ്ത് കഴിയുമ്പം പ്രൊജക്റ്റ് എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഐക്കൺ വരും. അവിടെ ഡു നോട്ട് ആസ്ക് മീ അഗെയിൻ എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഗാലറി സെക്ഷനിലേക്ക് പോകും. അവിടെ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബ്ലൂ എയറോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എക്സ്ട്രാ ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക, ഡ്രാഗ് ചെയ്ത് കളയുക. എല്ലാം ഒന്നിങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ ആദ്യം വെരിഫൈ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ വീഡിയോയിലുള്ള ഒറിജിനൽ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഈ ഒരു മ്യൂസിക് എന്നുള്ള ആ ഒരു ഐക്കൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിൽ മ്യൂസിക് ചൂസ് ചെയ്യുക. മ്യൂസിക് ചൂസ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു പേജിലേക്ക് പോകും. അതിൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഇത് കാണാൻ പറ്റും മേലെ തന്നെ. അതിൽ കുറേ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നല്ല നല്ല ടോൺസൊക്കെ അവൈലബിൾ ആണ്, മ്യൂസിക്സൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോക്ക് ഏതാണോ ആപ്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഓഡിയോ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു നമ്മൾ ചൂസ് ചെയ്ത ഓഡിയോ പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോസിന് വേണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓഡിയോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊരു സെയിം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെലക്ടിങ് മോഡിലേക്ക് വരും. അപ്പം സെലക്ട് ചെയ്ത് വെച്ച പാട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ലെങ്ത്തിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റ് ഓഡിയോൻ്റെ എൻഡിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇനിയും കുറച്ച് പാർട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്, മ്യൂസിക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം രീതി തന്നെ ചൂസ് ചെയ്യാം. അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ലാസ്റ്റ് ഓഡിയോൻ്റെ എൻഡിലേക്ക് കൊണ്ടുവെക്കുക. അതിൽ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ആ ഒരു ഓഡിയോ തൊട്ട് കഴിയുമ്പം ഒരു എയറോ മാർക്ക് പോലെ കാണാൻ പറ്റും. അത് വെച്ചിട്ട് ജസ്റ്റ് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് വെക്കാം. താഴേക്ക് ജസ്റ്റ് അത് ഒരു ടച്ച് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ച് വെച്ചാൽ മതി. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ലെവലിലേക്ക് തന്നെ മ്യൂസിക് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഈ ഒരു വീഡിയോക്ക്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച മ്യൂസിക്കിൻ്റെ വോളിയം നമുക്ക് കുറക്കണം. അതിന് വേണ്ടിയിട്ട് ആ മ്യൂസിക് ടച്ച് ചെയ്യുമ്പം താഴെ വോളിയം എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ പറ്റും. ആ വോളിയം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈനസ് ചെയ്യാനും പറ്റും, പ്ലസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വോളിയം എനിക്ക് വേണ്ടത്ര രീതിയിൽ ഞാൻ ഒരു 8, 7 ആ ഒരു റേഞ്ചിലാണ് നോർമലി എടുക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമ്മളെ മ്യൂസിക്കിൻ്റെ ടോണ് വോളിയം കുറച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു മ്യൂസിക് ഐക്കൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ആ ഒരു റെക്കോർഡ് ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താണോ ആ വീഡിയോക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത് അത് നമുക്ക് ഇതിലേക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ വാട്സാപ്പിലൊക്കെ ഓഡിയോസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലെ ഈ ഒരു റെഡ് ബട്ടൺ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ വീഡിയോയിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ടൈമിംഗ് ഒക്കെ വന്നിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക. അതിന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ അതിങ്ങനെ സ്റ്റോപ്പ് ആവും. അങ്ങനെ കട്ട് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ 2-3 ടൈംസ് കണ്ടിട്ട് ഒരു റെഫറൻസ് വീഡിയോ ചെയ്ത് നോക്കുക. ഏതെങ്കിലും വീഡിയോസൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കാം. നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് താഴെ ഒരു ടിക്ക് മാർക്ക് കാണുന്നില്ലേ, ആ ഒരു ടിക്ക് മാർക്ക് തൊട്ട് കഴിയുമ്പം നമുക്ക് നമ്മുടെ ആ ഒരു മ്യൂസിക് സെക്ഷനൊക്കെ ആഡ് ചെയ്ത് ആ ഒരു പാർട്ടിലേക്ക് നമ്മുടെ പേജ് പോകും. അത് ഈ വീഡിയോയിൽ കാണുന്ന ഓരോന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മളെ വീഡിയോസിന് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലുമൊക്കെ പാർട്ട് കട്ട് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പാർട്ട് ടച്ച് ചെയ്തതിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്കത് ഡ്രാഗ് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓരോന്നൊക്കെ എടുത്ത് ഓരോ രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ഫോണിൽ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ സേവ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തത് നമുക്ക് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മേലെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന 2 ഐക്കണില്ലേ, ആ ഒരു ബ്ലൂവിൻ്റെ തൊട്ടിപ്പുറത്ത് ഏറോൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ടച്ച് ചെയ്യുമ്പം നമുക്ക് ആ ഒരു നമ്മളെ വീഡിയോ അവിടെ സേവ് ആയിട്ടുണ്ടാവും. ആ സേവ് ആയത് നമ്മുടെ ഡേറ്റ് വൈസ് അവിടെ കാണാൻ പറ്റും. അതൊന്ന് ടച്ച് ചെയ്ത് നമ്മൾ വീണ്ടും ആ ഒരു ഫോമിലേക്ക് തന്നെ എത്തിയതിന് ശേഷം ആ ഒരു ബ്ലൂ ഏറോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഗാലറിയിലേക്ക് അത് സേവ് ആയി വരും. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ 100% ആയിട്ടുണ്ട്. അപ്പോൾ 100% ആയതിനു ശേഷം നമ്മളിത് ഡൺ അടിച്ചിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് ഇത് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്താക്കുക, നമ്മുടെ ഗാലറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ വീഡിയോ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തും ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനിയും ഇതേപോലെ അപ്ലോഡിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പേജിൽ, യൂട്യൂബ് ചാനലിൽ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എഡിറ്റിംഗ് കൺഫ്യൂഷൻ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.